അല്പം ബാക്കിലോട്ടാണ്. ഓക്കെയാണോ? ഓക്കെയാണോ? ചോദിച്ചു. ഞാൻ ഓടി വിളിക്കുന്ന ആളല്ല. ഞാൻ മുമ്പ് ഒരു ഫിലിമിൽ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ബിഗ് ബോസിൽ നിങ്ങൾ ടോപ്പ് ആരാവും എന്നൊക്കെ ചോദിച്ചാൽ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല, 75ാമത്തെ ദിവസം കഴിയട്ടെ, ഇതൊക്കെ ഞാൻ പറഞ്ഞ ഓർമ്മയില്ലേ? ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഏകദേശം പറയാൻ തക്ക രീതിയിലായി. ചോദ്യങ്ങൾ വരാം. പക്ഷെ ഇത്രയും അടുത്ത് നിന്നാൽ ഞാൻ എഴുതുന്ന 70 mm ക്യാമറ പോലെയായിരുന്നു. ഒരല്പം ബാക്കിലോട്ട് ഒരല്പം ബാക്കിലോട്ട് കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. ചോദിച്ചോളൂ. ചോദിക്കും. ഇല്ല, ഞാൻ അത് കറക്റ്റ് നല്ല ക്വസ്റ്റ്യനാണ്. ഞാൻ ബിഗ് ബോസ് സീസൺ 2-ൽ മത്സരിച്ച ഒരാളാണ്. അപ്പോൾ അതിൻ്റെ നിലവാരത്തിൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള സീസണിൽ ആ നിലവാരത്തിൻ്റെ ഏരിയയിലേക്ക് ആ സീസൺ മാത്രമല്ല, ഞാനിപ്പോൾ ഗ്രേഡ് കൊടുത്തിട്ടുണ്ട്. സീസൺ 1-ന് നമുക്ക് എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സീസൺ 2 ബി ഗ്രേഡ്, അത് കഴിഞ്ഞ് സി, ദെൻ ഡി, ദെൻ ഇ, അങ്ങനെ എഫ് എന്നൊക്കെ പറയുമ്പോൾ ഓരോ വർഷം കഴിയുമ്പോഴും ഇതിൻ്റെ നിലവാരം മത്സരാർത്ഥികളിൽ കുറച്ചു പേരുടെ പ്രവർത്തനങ്ങൾ കാരണം കുറഞ്ഞു വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ വ്യക്തിയുടെ പേരെടുത്ത് പറയാൻ പറ്റില്ല, 1-2 പേരല്ല. വേദം പഠിച്ച് സത്യവിശ്വാസി എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞതുപോലെ ഒരു വാക്ക് എനിക്ക് മനസ്സിലായി. നാക്കെടുത്താൽ കള്ളം പറയുക, വിശ്വസിച്ചാൽ വഞ്ചിക്കുക, കരാർ ചെയ്താൽ ലംഘിക്കുക, പിണങ്ങിയാൽ അധർമ്മം പ്രവർത്തിക്കുക. ഇതാണ് കപട വിശ്വാസികളുടെ പ്രത്യക്ഷ ലക്ഷണം. സത്യവിശ്വാസിയാണെങ്കിൽ അവൻ സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും പറഞ്ഞത് തെളിയുകയും കൃത്യമായിട്ട് സത്യത്തിൽ മാർഗത്തിൽ സഞ്ചരിക്കാൻ ശ്രമിക്കും. 18 വർഷം കൊണ്ട് ഞാൻ അങ്ങനെ സഞ്ചരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് കുറേ എതിർപ്പുകളുണ്ട്, കുറേ കണ്ടില്ലാത്തവരുണ്ട്. പക്ഷേ നിങ്ങളെപ്പോലെയുള്ളവർക്ക് നാളെ സത്യങ്ങൾ തെളിഞ്ഞു വരുമ്പോൾ എന്നെ നിങ്ങൾ നെല്ലിക്ക പോലെയാണ്, ആദ്യം വെക്കും പിന്നെ മതിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഷോ തകർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആരൊക്കെയോ ചെയ്ത് പ്രവർത്തിക്കുന്നുള്ളതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. ബിഗ് ബോസ് ഷോ പോലെയുള്ള ഒരു റിയാലിറ്റി ഷോ തകർക്കാനോ പാടില്ല. കാരണം അത് നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ചില കുടുംബങ്ങളിൽ അല്ലെങ്കിൽ ചില വ്യക്തികളുടെ സ്വഭാവങ്ങളാണ്. അത് യേശുദേവൻ വിശുദ്ധ ബൈബിൾ മത്തായി സുവിശേഷം 23-ാം അധ്യായം ഇന്ന് കട്ട് ചെയ്തതായിരുന്നു. 23-ാം അധ്യായത്തിൽ കൃത്യമായ ഒരു വചനത്തോടെ യേശുദേവൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളിൽ കുറേ പേർ അല്ലെങ്കിൽ നിങ്ങൾ വെള്ളയടിച്ച കുടിമാടത്തിൽ കളിച്ച് നമ്മൾ മറ്റുള്ളവർക്ക് നല്ലവരെന്ന് പറയുന്ന രീതി സൗന്ദര്യവും പ്രകടനവും കാണിച്ചു വെച്ചാൽ അത് നിങ്ങൾക്ക് അല്ല. അപ്പോൾ നമ്മൾ കുറേ മൊഞ്ചത്തികളെയൊക്കെ കണ്ടിട്ട് നമ്മൾ വിചാരിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞ് സൗന്ദര്യമുള്ള ചില ആൾക്കാർ അല്ലെങ്കിൽ ചെറുപ്പക്കാരികൾ എന്തെങ്കിലും ഒരു കള്ളം മധുരം ചേർത്ത് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് വിശ്വസിക്കും. ശരിയല്ലേ? എന്നാൽ ഇപ്പോൾ കാണാൻ സൗന്ദര്യമില്ലാത്ത കുറച്ച് ബാക്കിലേക്ക് നിൽക്കുന്ന ആൾക്കാർ സത്യമാണെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ കുറേ പേര് വിചാരിക്കും അവൾ പറയുന്നു ഉണ്ടായിപ്പാണ് കള്ളം. ശരിയല്ലേ? ഒക്കെ പറയും ഇതൊരു സൈക്കോപതിയാണ്. അപ്പോൾ അതല്ല ശരി. കളറോ സൗന്ദര്യമോ ഒന്നും അല്ല. പെരുമാറ്റവും ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രവർത്തനവും ആർജിച്ചെടുത്ത അറിവും ജ്ഞാനവും ഇതൊക്കെയാണ് പ്രധാനം. അങ്ങനെ വരുമ്പോൾ ഈ സീസണിൽ എനിക്ക് അൻസിബ ഹസനെ പോലെയുള്ളവരെ ഭയങ്കര ബഹുമാനമാണ്. കാരണം അവസാനം വരെയും ഒരു മൂല്യം പോലും വിടാതെ, സംസ്കാരം പോലും വിടാതെ, ഇതിന് ശേഷവും ഒരു ജീവിതം ഉണ്ടെന്ന് മനസ്സിലാക്കി, അല്ലാതെ 35 ലക്ഷം 25 ലക്ഷം രൂപയ്ക്ക് ആകെ 50 ലക്ഷമൊന്നുമില്ല. അതറിയാമല്ലോ. 33% ടാക്സി പോകുമ്പോൾ തന്നെ 10-17 ലക്ഷം രൂപ പോയി. പിന്നെയുള്ള ഈ 33 പിന്നെ പെട്ടി